നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ആണ്ട് ഏപ്രിൽ മാസം 3-ാം തീയതി 1200 ആണ്ട് മീനമാസം 20-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ഉദയനക്ഷത്രം എന്ന് പറഞ്ഞാൽ മകയിരം നക്ഷത്രമാണ് ശരിക്കും നക്ഷത്രമായിട്ട് വരുന്നതെങ്കിലും പക്ഷേ ഇന്ന് കലണ്ടറിലൊക്കെ ചിലപ്പോൾ രാവിലെ ഇട്ടിരിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. അതായത് ചുരുക്ക സമയം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രോഹിണി. രാവിലെ രോഹിണി നക്ഷത്രം ശരിക്ക് 7 മണി കഴിഞ്ഞപ്പോൾ രാവിലെ 7 മണിയായപ്പോൾ തന്നെ രോഹിണി തീർന്ന് മകയിര നക്ഷത്രം തുടങ്ങി. ഇന്ന് ഫുള്ളായിട്ട് മകയിരമാണ്. അപ്പോൾ മകയിര നക്ഷത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിവസം. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ വ്യാഴം വിഷ്ണുവിൻ്റെ ദിവസമാണ്. ഇപ്പോൾ വ്യാഴാഴ്ച ദിവസമാണ് ഇന്ന്. വ്യാഴാഴ്ച വിഷ്ണുവിൻ്റെ ദിവസം, അതുപോലെ മകയിര നക്ഷത്രം. ഈ രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസം വ്യാഴത്തിനുള്ള പ്രത്യേകത ഗുരുവിൻ്റെ ദിവസമാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷദോഷം ഉണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് വ്യാഴത്തിൻ്റെ ദിവസം എന്ത് ദോഷം ഉണ്ടെങ്കിലും മാറ്റിത്തരാൻ പറ്റും. ഒന്ന് ശുഭ നക്ഷത്രവും കൂടി വരിക എന്ന് പറഞ്ഞാൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ദിവസമാണ്. അപ്പോൾ ഇന്ന് എന്ത് കാര്യത്തിനും നമുക്കിറങ്ങാം. നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. വ്യാഴം ധനകാരകനും കൂടിയാണ്. ധനപരമായ കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച. അതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കേണ്ടതാണ്. മീനമാസത്തിലെ മകയിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയോടുകൂടി, ഉയർച്ചയോടുകൂടി, ഉന്നതിയോടുകൂടി തന്നെ ജീവിക്കാൻ ഇടവരുന്ന സമയമാണ്. നിങ്ങൾക്ക് വളരെ സാമ്പത്തിക പുരോഗതി വരും. ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെടുന്നവർ, ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ ബാങ്കൊക്കെ നടത്തുന്നവർ, ഇങ്ങനെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒക്കെ എല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാവും, ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവും, ഉദ്യോഗത്തിൽ കയറ്റം ഉണ്ടാവും, മറ്റ് സാമ്പത്തിക പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ്. ഐശ്വര്യപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുന്ന കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. എന്തൊക്കെ ചെയ്യാമോ ചെയ്യണം. ചെയ്യുന്നതിന് സാമ്പത്തിക നേട്ടം വരും എന്നുള്ളതിന് സംശയം വേണ്ട. അതേപോലെ തന്നെ ഇന്ന് നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. ശരിക്ക് 1:30 മണി മുതൽ 3 മണി വരെ രാഹുകാല സമയം ഇട്ടിട്ടുണ്ടെങ്കിലും 1:30 മണിക്ക് രാഹുകാലം തുടങ്ങൂല. 1:59 തുടങ്ങുകയുള്ളൂ. 3:30 മണി വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം ഓരോ ശുഭകാര്യങ്ങൾക്കും സൂക്ഷിച്ച്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാത്രയ്ക്ക് സൂക്ഷിച്ചെടുക്കണം. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഗുളികകാല സമയം വരുന്നത് 9:26 തൊട്ട് 10:57 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 6:24 തൊട്ട് 7:55 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അപ്പോൾ ആ സമയം, അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം എന്തിനും കൊള്ളാവുന്നുള്ള സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. നല്ലത് തന്നെ നമുക്ക് മുഹൂർത്തമുണ്ട്. അതിൽ തന്നെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:04 തൊട്ട് 12:52 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. മഞ്ഞ കളറുമായി ബന്ധപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. മഞ്ഞ കളറ് വസ്ത്രധാരണത്തിൽ ഉണ്ടാവണം. അത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുവരാനും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാകാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.